മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് എന്തൊക്കെ എലമെന്റ്സ് ആണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ മിക്സിലുള്ളത്, എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ കോമ്പണൻസ്, എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബൈ സെലക്ടിങ് എ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഹൗ ടു മാനേജ് എ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ പ്ലേസ്. മാർക്കറ്റിംഗിൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്ലേസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷന്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് അവൈലബിൾ ടു ദ കൺസ്യൂമർ ഹു നീഡ്സ് ഇറ്റ്. ആവശ്യമുള്ള കൺസ്യൂമറിന്റെ അടുത്ത് ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. In other words, distribution is the operation which creates time utility, place utility and form utility through the movement of goods from one place to another. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, അതായത് കൺസ്യൂമറുടെ അടുത്തേക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും എത്തിക്കുന്നതിലൂടെ ടൈം യൂട്ടിലിറ്റി, പ്ലേസ് യൂട്ടിലിറ്റി, ഫോം യൂട്ടിലിറ്റി എന്നിവ നൽകുന്ന ഓപ്പറേഷനാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ മിക്സിൽ ഒരു കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഉള്ളതെന്ന് നമുക്ക് ഇനി പഠിക്കാം. വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മിക്സ്. ഡിസ്ട്രിബ്യൂഷനിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റിയിലൂടെയാണ് ഈ പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്നും കൺസ്യൂമർ അടുത്തേക്ക് പ്രോഡക്റ്റ് എത്തുന്നത്. ഒന്നാമത് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മീൻസ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഏജന്റ്, മിഡിൽമാൻ, ഹോൾസെയിലർ who are involved in gathering information from the order and distributing the product to the consumers. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്തത് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ്. സ്റ്റോറേജ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെയർ ഹൗസിംഗ് വിച്ച് പെർഫോംസ് ദിസ് സ്റ്റോറേജ് ഫംഗ്ഷൻ. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മീൻസ് by which the goods are distributed from the point of production to the point of consumption. അടുത്ത ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എത്ര ഓർഡർ ചെയ്യണം, എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോർ ചെയ്യണം, എവിടെയൊക്കെ സ്റ്റോർ ചെയ്യണം, അതൊക്കെ ഇൻവെന്ററി മാനേജ്മെന്റ് എന്നുള്ള എലമെന്റ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അടുത്തത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ആണ്. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇൻസൈഡ് ദ ഫാക്ടറി ആൻഡ് ഇൻ ദ ഡിഫറെന്റ് ട്രാൻസ്പോർട്ട് മീൻസ് ആൻഡ് ഡിഫറെന്റ് വെയർ ഹൗസസ്, അതിനാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കസ്റ്റമർ സർവീസ് ആണ്. കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് അവരുടെ ഓർഡർ പ്രോസസ് ചെയ്യുക, അവരുടെ ഓർഡർ ടൈംലി ഡെലിവറി ചെയ്യുക, അവരുടെ റിട്ടേൺ ഡെലിവറി, ചില സമയത്ത് പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യും, അതൊക്കെ ഡീൽ ചെയ്യുന്നത് കസ്റ്റമർ സർവീസ് ആണ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഓർഡർ പ്രോസസ്സിംഗ് ആണ്. ഇതിൽ കസ്റ്റമറുടെ അടുത്ത് ഓർഡർ കിട്ടുക, അത് സമയത്ത് പ്രോസസ്സ് ചെയ്യുക, എന്നിട്ട് അവർക്ക് സാധനം ഡെലിവറി ചെയ്യുക, അതാണ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ പ്രോസസ്സിംഗ് എന്നുള്ള എലമെന്റ്സിലൂടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് എന്തൊക്കെയാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ കോമ്പണൻസ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റമാണ് കൺസ്യൂമർക്ക് സാധനം സമയത്ത് കിട്ടാനുള്ള വർക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിൽ രണ്ട് കോമ്പണൻസ് ആണത്. ഒന്ന് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അത് നമുക്ക് എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പഠിക്കാം. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മൂവിംഗ് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഫ്രം വൺ എൻഡ് ഓഫ് എ പ്രൊഡക്ഷൻ ലൈൻ ടു ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമറുടെ അടുത്ത് എത്തിക്കുന്ന ആ മൂവ്മെന്റിനെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ കസ്റ്റമർ സർവീസ് ഉൾപ്പെടുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ, ഓർഡർ പ്രോസസ്സിംഗ്, ഇൻവെന്ററി മാനേജ്മെന്റ്, വെയർ ഹൗസിംഗ്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഉൾപ്പെടുന്നത്. കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർക്ക് ആ സാധനത്തിന് ഓർഡർ ചെയ്യുന്നത് മുതലേ അവർക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, അതൊക്കെ കസ്റ്റമർ സർവീസാണ്. അവർക്ക് പല ഇൻഫർമേഷൻ കൊടുക്കണം, അവർക്ക് ഓർഡർ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കൂടുതൽ ഓർഡർ അവർ നൽകും, അതൊക്കെ ചിലപ്പോൾ അവർ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യും, ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് കസ്റ്റമർ സർവീസാണ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഓർഡർ പ്രോസസ്സിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ അടുത്ത് ഓർഡർ കളക്ട് ചെയ്ത് ആ കസ്റ്റമറെ കുറിച്ചുള്ള ഓർഡർ കമ്പനിക്ക് കൊടുക്കുകയും ആ കമ്പനിക്ക് കൊടുത്തിട്ട് ആ സമയത്ത് പറഞ്ഞ സമയത്ത് തന്നെ സാധനം ഡെലിവറി ചെയ്യുന്ന കംപ്ലീറ്റ് പ്രോസസ്സിംഗാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓർഡർ ഓക്കെ ആകുന്നവരെയുള്ള ആ സമയം. അടുത്ത ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സ് എത്രത്തോളം സ്റ്റോർ ചെയ്യണം, ഓരോ ലൊക്കേഷനിൽ, ഓരോ റീറ്റെയിലറുടെ കയ്യിൽ അല്ലെങ്കിൽ ഹോൾസെയിലറുടെ കയ്യിൽ എത്രത്തോളം ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോർ ചെയ്യണം ഇൻ ഓർഡർ ടു മേക്ക് ടൈംലി ഡെലിവറി
അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നുള്ള എലമെന്റ് ആണ്. അടുത്തത് വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. അതിൽ എവിടെയൊക്കെ വെയർ ഹൗസിംഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഏതൊക്കെ ലൊക്കേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ ഈ എലമെന്റ്സിന്റെ ഫംഗ്ഷനാണ്. അടുത്തത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. പലതരം മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. റെയിൽ ഉണ്ട്, റോഡ് ഉണ്ട്, എയർ ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പൈപ്പ് ലൈൻ ഉണ്ട്. ഇതൊക്കെയാണ് സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇതൊക്കെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ ഉള്ളിൽ വരുന്ന ഒരു എലമെന്റ് ആണ്. അടുത്തത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് പ്രൊഡക്ട്സ് ഇൻസൈഡ് ദ ഫാക്ടറി, വെയർ ഹൗസസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഡിപ്പോസ്. അതായത് മെറ്റീരിയൽ കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്യും. ആ മൂവ്മെന്റ് എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറവായിരിക്കും കോസ്റ്റ്. അപ്പൊ അതൊക്കെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ആക്ടിവിറ്റിയാണ് ഈ 6 ആക്ടിവിറ്റി. ഇതിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഈ എലമെന്റ്സ്. കസ്റ്റമർ ആവശ്യം, അത് കമ്മ്യൂണിക്കേഷൻ, ഓർഡർ പ്രോസസിങ്, അതിനനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് വെയർ ഹൗസിംഗിലേക്ക് മാറ്റുന്നു, ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഇതൊക്കെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള കീ എലമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അഥവാ മാർക്കറ്റിംഗ് ചാനൽ എന്താണെന്ന് പഠിക്കാം. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നേരത്തെ പറഞ്ഞതാണ് എ സെറ്റ് ഓഫ് interdependent organizations involved in the process of making a product or service available for use or consumption by the consumer or business user. കൺസ്യൂമറോ അല്ലെങ്കിൽ ബിസിനസ് യൂസറോ കൺസ്യൂം ചെയ്യുന്ന സ്ഥലത്ത് സാധനങ്ങൾ എത്തിക്കുന്ന എല്ലാ ഓർഗനൈസേഷനെയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഓർഗനൈസേഷന്റെ കൂട്ടത്തെയാണ്, സെറ്റിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുന്നത്. It is a group of organizations involved in the process of making a product available for use by the consumer. Wholesaler, retailer, അതൊക്കെ കൂടെ ചേർന്ന സെറ്റിനെയാണ് എന്ത് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ചാനലിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റോൾ അഥവാ അവരുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് കൺസ്യൂമറുടെയും പ്രൊഡ്യൂസറുടെയും ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നത്. ഗ്യാപ്പ് അടക്കുന്ന ആളാണ്, ഒരു ഗ്രൂപ്പാണ്, സെറ്റാണ് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഇവരാണ് പ്രൊഡ്യൂസർക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക അബൌട്ട് കസ്റ്റമറുടെ ഓർഡറിനെ കുറിച്ചുള്ള, കോമ്പറ്റീറ്ററിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അതർ പ്ലേയേഴ്സ് ഇൻ ദ മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇവരാണ്. മാത്രമല്ല ഇവരാണ് അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്നത്. ഒന്നാമത്തത് ഇൻഫർമേഷൻ ഗാദറിങ്. ഒന്നാമത്തെ ഫംഗ്ഷനാണ് ഇൻഫർമേഷൻ ഗാദറിങ്. ഇൻഫർമേഷൻ അബൌട്ട് കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ കസ്റ്റമറുടെ ഓർഡർ, കസ്റ്റമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അവരുടെ ഡിമാൻഡ് എന്തൊക്കെയാണ്, അതൊക്കെ ഗ്യാദർ ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത് ആരാണ്? ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. ഗാദറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മാർക്കറ്റിംഗ് റിസർച്ച് ആൻഡ് ഇന്റലിജന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്. കസ്റ്റമറെ കുറിച്ചുള്ള, കോമ്പറ്റേറ്ററെ കുറിച്ചുള്ള, അല്ലെങ്കിൽ മറ്റ് നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ ഗ്യാദർ ചെയ്യുന്നത് ആരാണ്? ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. കാരണം ഇവർക്ക് എല്ലാ ഇൻഫർമേഷനെ കുറിച്ച് അറിയാം. ഈ ഇൻഫർമേഷനൊക്കെ നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും അതിനനുസരിച്ച് പ്രോഡക്റ്റ് മോഡിഫൈ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് പ്രൊമോഷനാണ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിനെക്കുറിച്ചുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആവശ്യക്കാർക്ക് പാസ് ഓൺ ചെയ്യുന്ന പ്രോസസ്സിനാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് ആൻഡ് സ്പ്രെഡിങ് കമ്മ്യൂണിക്കേഷൻ ടു മോട്ടിവേറ്റ് ദ കൺസ്യൂമേഴ്സ് ഇൻ ബൈയിങ് ദ പ്രൊഡക്റ്റ്. കൺസ്യൂമറിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് നമ്മുടെ സാധനം വാങ്ങിപ്പിക്കുക. ആ പ്രോസസ്സ് ആര് ചെയ്യുന്നുണ്ട്? ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ചെയ്യുന്നത്. അടുത്തത് ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ. പ്രൊഡ്യൂസറും കൺസ്യൂമറും നമ്മൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, മീൻസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതിരിക്കണമെങ്കിൽ കൺസ്യൂമറുടെ ആവശ്യങ്ങൾ സമയത്ത് അറിഞ്ഞിട്ട് അത് പ്രൊഡ്യൂസറിന് എത്തിക്കണം. ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ്? ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. ദേ ഫൈൻഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് അബൌട്ട്. നേരെ തിരിച്ചും നമ്മുടെ പ്രോസ്പെക്റ്റീവ് ബയേഴ്സിന് പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ എത്തിക്കുന്നതും ആരാണ്? ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. ദിസ് ഹെൽപ്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ ഫ്ലോ സ്മൂത്ത് ആക്കുന്ന ഒരു ഫംഗ്ഷനും കൂടി ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ചെയ്യുന്നു. നെഗോസിയേഷൻ വിത്ത് കൺസ്യൂമർ. ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ കൺസ്യൂമറായിട്ട് നെഗോസിയേറ്റ് ചെയ്തിട്ട് ആ കൺസ്യൂമർ പ്രൈസിനെ കുറിച്ചും ഡെലിവറി ടൈം, ക്വാണ്ടിറ്റി എന്നുള്ള എല്ലാ ടേംസിനെ കുറിച്ചും, ടേംസ് ഓഫ് ദ ഓഫർ, അതൊക്കെ കൺസ്യൂമറായിട്ട് സംസാരിച്ച് ഒരു ട്രാൻസാക്ഷൻ സ്മൂത്ത് ആക്കുന്ന ഫംഗ്ഷനും കൂടി ആര് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ചെയ്യുന്നു. അടുത്ത ഫൈനാൻസിങ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ഫൈനാൻസിങ് ചെയ്യുന്നത്. ഫൈനാൻസിങ് മീൻസ് ക്രെഡിറ്റിലെ സാധനം
ചില കസ്റ്റമേഴ്സിന്, റിലയബിൾ ആയ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റിനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹോൾസെയിലർ റീറ്റെയിലറാണ് പ്രധാനമായിട്ടും ഡിസ്ട്രിബ്യൂഷൻ ചാനലിലുള്ള പ്ലേയേഴ്സ്. ഹോൾസെയിലർ റീറ്റെയിലർക്ക് ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിലേഴ്സ് ചില കൺസ്യൂമേഴ്സിന് ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നുണ്ട്. അങ്ങനെ ഫൈനാൻസിങ് എന്നുള്ള ഫംഗ്ഷൻ കൂടി ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ചെയ്യുന്നുണ്ട്. ദെൻ റിസ്ക് ടേക്കിംഗ്. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ പോയിന്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഒക്കെ ഷെയർ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. അത് കംപ്ലീറ്റ് റിസ്ക്കും ബെയർ ചെയ്യുന്നത് പ്രൊഡ്യൂസർ അല്ല. ചില സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ചാനലും അത് ഷെയർ ചെയ്യുന്നുണ്ട്. അത് പ്രൊഡ്യൂസർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ. Risk of damage, risk of non-selling, etc. are some of the risks and which are shared by distribution channel also with the producer. Then physical distribution and inventory management. Distribution channel carries out transporting and storing goods. Distribution channel wholesaler സാധനം വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് റീറ്റെയിലർക്ക് ട്രാൻസ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിലറും അതേപോലെ തന്നെ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, പെപ്സി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 24 ബോട്ടിലിൻ്റെ കേസാണ്. അത് കസ്റ്റമർക്ക് ഓരോ 24 ബോട്ടിൽസും കസ്റ്റമർ ചിലപ്പോൾ വാങ്ങണമെന്നില്ല. അത് വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ ബോട്ടിലായിട്ട് കൊടുക്കുന്നത് ആരാണ്? ഈ ഡിസ്ട്രിബ്യൂട്ടറിലുള്ള റീറ്റെയിലറാണ്. അടുത്തത് സർവീസാണ്. ഒരുപാട് പ്രീ സെയിൽ ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സർവീസ് കസ്റ്റമർ ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ടി വരും. എന്തൊക്കെയാണ്, ചിലപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടാവും. പ്രീ സെയിൽ സാധനം വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യം, കസ്റ്റമർക്ക് ഒരുപാട് കാര്യം ആവശ്യം, ഒരുപാട് ഇൻഫർമേഷൻ റിക്വയർമെന്റ് ഉണ്ടായിരിക്കും. അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ചാനൽ ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ഫോൺ വാങ്ങുന്നതിന് മുമ്പ് ഒരു റീറ്റെയിൽ ഷോപ്പ് പോയിട്ട് ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യും. അപ്പോൾ അതൊക്കെ ആ റീറ്റെയിലറാണ് നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ഫോൺ വാങ്ങി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് റീറ്റെയിലറുടെ അടുത്താണ്. എന്നിട്ടാണ് നമ്മളത് നമ്മുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ അടുത്തത് മാർക്കറ്റിംഗ് റിസർച്ച് ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. മാർക്കറ്റിംഗ് റിസർച്ച് ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ എലമെന്റ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ അതിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഫർമേഷൻ ഗ്യാതറിങ്. ചിലപ്പോൾ ടെസ്റ്റ് മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ റീറ്റെയിലറുടെ അടുത്ത് പോയിട്ട് നമ്മൾ ടെസ്റ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മുടെ പ്രോഡക്റ്റൊക്കെ അവിടെ ഡെലിവർ ചെയ്യും. എന്നിട്ട് അത് ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്താൻ ഇവരെ സഹായം നമുക്ക് ആവശ്യമാണ്. അടുത്തത് ലെങ്ത് ഓഫ് ചാനലാണ്, അഥവാ ലെവൽ ഓഫ് ചാനൽ. ചാനൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും കൺസ്യൂമർ സ്ഥലത്തേക്ക് എത്തുമ്പോഴുള്ള ഒരുപാട് ലെയറിലൂടെയാണ് പോവുക. ഒരു ലെയറിനെയാണ് ചാനൽ ലെവൽ എന്ന് പറയുന്നത്. ആ ഓരോ ലെയറും അവരുടേതായുള്ള പെർഫോമൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ലെയറിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ചാനൽ മൊത്തം ലെവൽ എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ചാനൽ എന്ന് പറഞ്ഞാൽ കുറേ ലെയർ, ആ ലെയറിൻ്റെ എണ്ണത്തിനെയാണ് ലെങ്ത് ഓഫ് ചാനൽ എന്ന് പറയുന്നത്. ഈ ലെയർ ഓഫ് മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് പെർഫോം സം വർക്ക് ടു മേക്കിംഗ് ദ ഗുഡ്സ് അവൈലബിൾ ടു ദ കൺസ്യൂമേഴ്സ്. ലെങ്ത് ഓഫ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ ദി ബിറ്റ്വീൻ ദി പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ. എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ജനറലി നമ്മൾ 4 ലെവലാണത്. ഒന്ന് 0 ലെവൽ ചാനൽ, 1 ലെവൽ ചാനൽ, 2 ലെവൽ ചാനൽ, 3 ലെവൽ ചാനൽ. 0 ലെവൽ ചാനൽ ഈസ് ഓൾസോ നോൺ ആസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചാനൽ. നമുക്ക് പിക്ചറിൽ അറിയാം, ഈ ഇമേജ് നോക്കി അറിയാം. പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. ഫസ്റ്റ് പിക്ചറിൽ പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ, ദർ ഈസ് നോ ലെയർ ബിറ്റ്വീൻ ദം. അതാണ് 0 ലെവൽ ചാനൽ എന്ന് പറയുന്നത്. 1 ലെവൽ ചാനലിൽ ഒരാളുണ്ടാവും, അത് റീറ്റെയിലർ ആയിരിക്കും. പ്രൊഡ്യൂസറിൻ്റെയും കൺസ്യൂമറിൻ്റെയും ഇടയ്ക്ക് ഒരു ലെയർ ഉണ്ടാവും, അത് റീറ്റെയിലറാണ്. അത് 1 ലെവൽ ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തത് ആണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത മൂന്നാമത്തതിൽ 2 ലെയർ ഉണ്ടാവും. പ്രൊഡ്യൂസറിൻ്റെയും കൺസ്യൂമറിൻ്റെ ഇടയ്ക്ക് 2 ആൾക്കാരുണ്ടാവും. അത് ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ ആണ്. അത് 2 ലെവൽ ചാനലാണ്. അടുത്ത നാലാമത്തത് 3 ലെവൽ ചാനലാണ്. പ്രൊഡ്യൂസറിൻ്റെയും കൺസ്യൂമറിൻ്റെയും ഇടയ്ക്ക് ഹോൾസെയിലറിന് റീറ്റെയിലറിനും കൂടെ അല്ലാതെ ഒരാളും കൂടെ എക്സ്ട്രാ ഉണ്ടാവും. ചിലപ്പോൾ അത് ഏജന്റ് ആവാം, സ്റ്റോക്കിസ്റ്റ് ആവാം, അങ്ങനെ വേറെ ആരെങ്കിലും ആവാം. ഇതാണ് 3 ലെവൽ ചാനൽ. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഒന്നാമത് എ എന്നുള്ള മാനുഫാക്ചർ. എ കൺസ്യൂമർക്ക് നേരിട്ടാണ് എത്തുന്നത്, അവർ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ബി എന്നുള്ള മാനുഫാക്ചർ പ്രൊഡ്യൂസർ. ഒന്നാമത്തത് എ എന്നുള്ളത് 0 ലെവൽ ചാനലാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത്
വൺ ലെവൽ ചാനലാണ്. അതിൽ ബി നേരിട്ട് അല്ല കൊടുക്കുന്നത്, ത്രൂ എ റീറ്റെയിലർ ആണ്. ഈ ഫർണിച്ചർ ആണ് അവിടെ ചിത്രത്തിൽ കാണുന്നത്. ഫർണിച്ചർ കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസർ നേരിട്ട് കൺസ്യൂമർക്ക് കൊടുക്കുന്നില്ല, പകരം അവർ റീറ്റെയിലർക്ക് ഏൽപ്പിക്കുകയാണ്. റീറ്റെയിലറാണ് കൺസ്യൂമറിനെ എത്തിക്കുന്നത്. മൂന്നാമത് സി എന്നുള്ള പ്രൊഡ്യൂസറാണ്. സി നേരിട്ട് കൊടുക്കുന്നില്ല, നേരിട്ട് റീറ്റെയിലർക്കല്ല കൊടുക്കുന്നത്, ഹോൾസെയിലർക്ക് കൊടുക്കും. ആ ഹോൾസെയിലർ പിന്നീട് റീറ്റെയിലറേക്ക് കൊടുക്കും. റീറ്റെയിലറാണ് കൺസ്യൂമറിന് കൊടുക്കുന്നത്. നാലാമത്തെ ഒരു ഏജന്റ് വരുന്നുണ്ട്. ഡി എന്നുള്ള പ്രൊഡ്യൂസറാണ്. ഡി ഏജന്റ് കൊടുക്കുന്നു, ഏജന്റ് ഹോൾസെയിലർ കൊടുക്കുന്നു, ഹോൾസെയിലർ റീറ്റെയിലർ കൊടുക്കുന്നു, റീറ്റെയിലറാണ് കൺസ്യൂമറിന് കൊടുക്കുന്നത്. അവസാനത്തത് ഇ ആണ്. ഈ നമ്മൾ ഡിസ്കസ് ഇപ്പൊ ചെയ്യുന്നില്ല, പിന്നീട് ഡിസ്കസ് ചെയ്യാം. സീറോ ലെവൽ ചാനൽ നേരത്തെ പറഞ്ഞതാണ്. സീറോ ലെവൽ ചാനൽ ഈസ് എ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചാനൽ വേർ ദർ ഈസ് നോ ഇന്റർമീഡിയറി. യുറേക്ക ഫോക്സ് എന്നുള്ള കമ്പനി ഈ സീറോ ലെവൽ ചാനൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ യുറേക്ക ഫോക്സ് നമ്മളൊരു വാട്ടർ പ്യൂരിഫയർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് അവിടെ ഫോൺ വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനിൽ അവരുടെ വെബ്സൈറ്റിൽ കയറുകയോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ട് ആ പ്രോഡക്റ്റ് യുറേക്ക ഫോക്സിൻ്റെ വാട്ടർ പ്യൂരിഫയർ നമ്മുടെ വീട്ടിലെത്തിക്കാം. അടുത്തത് വൺ ലെവൽ ചാനലാണ്. വൺ ലെവൽ ചാനലിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരാളെ ഉണ്ടാവും, അത് റീറ്റെയിലർ ആയിരിക്കും. ആ റീറ്റെയിലറാണ് ആ റീറ്റെയിലറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങിക്കേണ്ടത്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയൊക്കെ ഒരു ഏജന്റ് LIC ഇൻഷുറൻസ് എന്നുള്ള സർവീസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ഏജന്റ് നമ്മൾ അടുത്ത് വരും. ആ ഏജന്റാണ് നമുക്ക് ആ ഇൻഷുറൻസ് സർവീസ് എത്തിച്ചേരുന്നത്. അവരാണ് ഇന്റർമീഡിയറ്റ് റീറ്റെയിലർ. ഇ കൊമേഴ്സിലും ഇപ്പോൾ ആമസോണൊക്കെ നമ്മൾ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ആമസോൺ വഴി റെഡ്മി ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ആമസോൺ വഴി ആമസോണിൽ ഒരു റീറ്റെയിലർ ഉണ്ടാവും. ആ റീറ്റെയിലറാണ് നമുക്ക് സാധനം തരുന്നത്. അതും ഒരു എക്സാമ്പിളാണ്. ബിഗ് ബസാറൊക്കെ വലിയ മാളൊക്കെ പ്രൊഡ്യൂസറുടെ അടുത്ത് നേരിട്ട് അവർ സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് എത്തിക്കും. അതൊക്കെ വൺ ലെവൽ ചാനലാണ്. അടുത്തത് ടു ലെവൽ ചാനലാണ്. ടു ലെവൽ ചാനൽ ഹോൾസെയിലർ ഉണ്ടാവും, റീറ്റെയിലർ ഉണ്ടാവും. സാധാരണ ടെലിവിഷൻ കമ്പനീസൊക്കെ ഈ ടു ലെവൽ ചാനലാണ് ഉപയോഗിക്കുന്നത്. മറ്റു ചാനൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ടെലിവിഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതൊക്കെ ടു ലെവൽ ചാനലാണ് ഉപയോഗിക്കുന്നത്. ആദ്യം അവർ പ്രൊഡ്യൂസർ ഹോൾസെയിലർ കൊടുക്കും, ഹോൾസെയിലർ റീറ്റെയിലർ കൊടുക്കും, റീറ്റെയിലറാണ് നമുക്ക് സാധനം തരുന്നത്. ത്രീ ലെവൽ ചാനലിൽ ഹോൾസെയിലർ റീറ്റെയിലർ കൂടാതെ ഒരു ഏജന്റ് കൂടെ ഉണ്ടാവും. ഈ ഏജന്റാണ് ഹോൾസെയിലർക്ക് സാധനം എത്തിക്കുക. ഇപ്പോൾ ചില കമ്പനികൾ നാഷണൽ വൈഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഹോൾസെയിലറുടെ അടുത്ത് കുറേ ഹോൾസെയിലറെ ഡീൽ ചെയ്യാൻ വേണ്ടി അത് പ്രൊഡ്യൂസറിൻ്റെയും ഹോൾസെയിലറിൻ്റെ ഇടയ്ക്ക് ഒരു ഏജന്റ് ഉണ്ടാവും. അവരത് സ്റ്റോക്ക് ചെയ്തിട്ട് ഹോൾസെയിലർക്ക് എത്തിക്കും. അതാണ് ത്രീ ലെവൽ ചാനൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മുടെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ദ മാർക്കറ്റർ ഹാസ് ടു ഡിസൈഡ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ചാനൽ. മോസ്റ്റ് സ്യൂട്ടബിൾ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോസ്റ്റ് സ്യൂട്ടബിൾ ചാനൽ മീൻസ് സീറോ ലെവൽ ആണോ, വൺ ലെവൽ ആണോ, ടു ലെവൽ ആണോ, ത്രീ ലെവൽ ആണോ, ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഫിലിക്കോട്ടിൽ പറഞ്ഞത് ചാനൽ ഡിസിഷൻ വളരെ ക്രൂഷ്യലാണ്. തെറ്റായുള്ള തീരുമാനം ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് നോക്കേണ്ടത്? ഒന്നാമത് നാച്ചർ ഓഫ് പ്രോഡക്റ്റ്. ഇപ്പോൾ ചില ഗുഡ്സ് പെരിഷബിൾ ആയിരിക്കും. പെരിഷബിൾ ഗുഡ്സ് മീൻസ് പെട്ടെന്ന് ചീത്തയായി പോകുന്നത്, മിൽക്ക്, വെജിറ്റബിൾസ്, അങ്ങനെയൊക്കെ ഏറ്റവും ഷോർട്ട് ചാനലാണ് ഉപയോഗിക്കുന്നത്. പെരിഷബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മീൻ, മിൽക്ക്, വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ പെട്ടെന്ന് തന്നെ ഏറ്റവും ചുരുങ്ങിയ ചാനൽ വഴി എത്തിക്കണം കൺസ്യൂമർ അടുത്ത്. അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ് വിൽ ബി എന്താ പറയുക, ചീത്തയായി പോകും. ഫോർ ഡ്യൂറബിൾ ഗുഡ്സ് എന്നാൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു തവണ ഉപയോഗിച്ചാൽ വീണ്ടും TV, ഫ്രിഡ്ജ്, അതൊക്കെ നമുക്ക് ലോങ്ങർ ചാനലാണ് സാധാരണ പ്രിഫർ ചെയ്യുന്നത്. പിന്നെയുള്ളത് ഹൈ യൂണിറ്റ് വാല്യൂ ഉള്ളത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ്, അതിനൊക്കെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചാനലാണ് നല്ലത്. ഇപ്പോൾ ഒരു യൂണിറ്റ് നല്ല വാല്യൂ, ഗോൾഡൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഉദാഹരണത്തിന് മലബാർ ഗോൾഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ തന്നെയാണ് അവരുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് വഴിയാണ് നമുക്ക് സാധനം തരുന്നത്. അതിന് ഷോർട്ടർ ചാനലാണ് നല്ലത്. അടുത്തത് നാച്ചർ ഓഫ് മാർക്കറ്റ്. നമുക്കറിയാം രണ്ട് മാർക്കറ്റിനെ, കൺസ്യൂമർ മാർക്കറ്റ്, ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്നായിട്ട് ചെയ്യാം. അപ്പോൾ കൺസ്യൂമർ മാർക്കറ്റിന് റീറ്റെയിലർ മസ്റ്റാണ്, ചിലപ്പോൾ അത് ഹോൾസെയിലർ ഉണ്ടാവും. അപ്പോൾ കൺസ്യൂമർ മാർക്കറ്റിന് ലോവർ ചാനലാണ് നല്ലത്. ഇൻഡസ്ട്രിയൽ മാർക്കറ്റിന്, അതായത് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം കൊടുക്കുന്നത് ഫർദർ പ്രോസസ്സിങ്ങിനാണ്. അവിടെ എന്താണ് ഷോർട്ടർ ചാനൽ
നല്ലത്. റീറ്റെയിലർ നിർബന്ധമില്ല. ഇപ്പം എന്ത് ചെയ്യുക, ഒരു ഏജൻറ്റ് വഴി അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് അവിടെ സാധനം എത്തിച്ചു കൊടുക്കാം. അടുത്തത് ബൈയിങ് ഹാബിറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമറിൻ്റെ ബൈയിങ് ഹാബിറ്റ്, ഫ്രീക്വൻസി, ക്വാണ്ടിറ്റി പർച്ചേസ് അതൊക്കെ നോക്കിയിട്ട് കൺസ്യൂമർ ബൈയിങ് ഹാബിറ്റ് തുടർച്ചയായിട്ട് നമ്മൾ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അത് റീറ്റെയിലറൊക്കെ വേണ്ടി വരും. അത് ലോവർ ചാനലാണ് നല്ലത്. ചില കേസിൽ കൺവീനിയൻസ് ഗുഡ്സ് എന്നാൽ നമ്മൾ അധികം കമ്പയർ ചെയ്യാതെ പെട്ടെന്ന് വാങ്ങുന്ന ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങുന്ന സാധനങ്ങളാണ് കൺവീനിയൻസ് ഗുഡ്സ്. അതിൽ നമുക്ക് ലോവർ ചാനലാണ് നല്ലത്. നേരെ പറഞ്ഞത് സ്പെഷ്യാലിറ്റി ഗുഡ്സ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ ഷോർട്ടർ ചാനൽ, പെട്ടെന്ന് ചാനൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒക്കെ നല്ലതാണ്. ദെൻ ഫൈനാൻസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. നമ്മൾ ഫൈനാൻഷ്യലി സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്, ചിലപ്പോൾ മലബാർ കോഴ്സൊക്കെ സ്ട്രോങ് ആണ്, അവർ ഡയറക്റ്റ് മാർക്കറ്റിംഗ് അവരുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് എല്ലാ സ്ഥലത്തും തുടങ്ങിയിട്ട് അവർക്ക് ഇൻ്റർമീഡിയറി ഒഴിവാക്കാവുന്നതാണ്. ഇനി മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സ്ട്രോങ് ആണ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈ പ്രൊമോഷൻ അതുപോലെ റിസ്ക് ബെയറിങ് അതൊന്നും ഒരു കുഴപ്പമില്ല, അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാമെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ചാനൽ ഉപയോഗിക്കാം. ഇനി ഒരു ഇൻ്റർമീഡിയറ്റ് ഒക്കെ വളരെ കുറച്ച് മതി. നേരെ തിരിച്ചാണെങ്കിൽ ഫൈനാൻഷ്യലി സ്ട്രോങ് അല്ല, നമുക്ക് ക്യാഷ് ആവശ്യമുണ്ട്, ആണെങ്കിൽ നമുക്ക് കുറേ ഇൻ്റർമീഡിയറ്റ് വന്നാൽ നമുക്ക് കൂടുതൽ ക്യാഷ് സെയിൽസ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് പൈസ ഇതാക്കാം. പിന്നെ പ്രൊമോഷനൊക്കെ അവർ ചെയ്തോളാം. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വീക്ക് ആണെങ്കിൽ ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് ഇൻ്റർമീഡിയറ്റിലേക്ക് ഹോൾസെയിലറോ റീറ്റെയിലറൊക്കെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ റിസ്ക് കുറക്കാം. ലോങ്ങർ ചാനലാണ് ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇതിൽ ഇന്നഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ലോങ്ങർ ചാനലാണ് നല്ലത്. ദ എബിലിറ്റി ഓഫ് ദ മിഡിൽ മാൻ. ലോങ്ങർ ചാനലാണെങ്കിൽ നല്ല ഏബിൾ ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോങ്ങർ ചാനൽ പ്രിഫർ ചെയ്യാം. ഇനി എബിലിറ്റി ഇല്ലെങ്കിൽ അവരൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അടുത്തത് കോസ്റ്റ് ഓഫ് ചാനൽ. നമ്മുടെ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമർ എത്തിക്കുമ്പോൾ ഉള്ള കോസ്റ്റ് കൺസിഡർ ചെയ്യണം. ഏതാണോ കോസ്റ്റ് കുറവ്, 0 ലെവലാണ് കുറവെങ്കിൽ 0 ലെവൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് നല്ലത്. 1 ലെവലോ 2 ലെവലോ 3 ലെവലോ അതൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഏതാണോ നല്ലത് അത് സെലക്ട് ചെയ്യണം. കോസ്റ്റ് ഓഫ് ചാനൽ ഷുഡ് ഓൾസോ ബി കൺസിഡർഡ് വൈൽ സെലക്ടിങ് എ ചാനൽ. ടൈപ്പ് ഓഫ് ചാനൽ യൂസ്ഡ് ബൈ ദി കോമ്പറ്റീറ്റേഴ്സ്. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് കോമ്പറ്റീറ്റീവ് ആയിരിക്കും. ഇപ്പോൾ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ മിക്കവാറും ഉണ്ടാവും. കോമ്പറ്റീറ്റേഴ്സ് എന്താണോ യൂസ് ചെയ്യുന്നത് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അവർ യൂസ് ചെയ്യുന്നതിനാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അവർ യൂസ് ചെയ്യാത്ത വേറൊരു ചാനലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് സ്യൂട്ടബിളി ജസ്റ്റിഫൈ ചെയ്യണം. എക്കണോമിക്കലോ അല്ലെങ്കിൽ എഫിഷ്യൻ്റോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവർ ഉപയോഗിക്കാത്ത, അവർ 1 ലെവലാണെങ്കിൽ നമുക്ക് 2 ലെവലോ അല്ലെങ്കിൽ നേരെ 0 ലെവലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പ്രൊവൈഡഡ് ദീസ് ആർ മോർ എഫിഷ്യൻറ്റ് ഓർ മോർ എഫക്റ്റീവ്, മോർ എക്കണോമിക്കൽ. എഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. എഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി കോസ്റ്റ് കുറവാണ്, എഫക്റ്റീവ് എന്നുള്ള റിസൾട്ട് കിട്ടണം. ദെൻ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. Marketing environment and other environmental conditions have great influence on decision of length of channel. നമ്മൾ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എൻവയോൺമെൻറ്റ് ഡിപ്രഷൻ, ഇപ്പോൾ കൊറോണ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും കൂടുതൽ ലെങ്ത് ഉള്ള ചാനൽ ഉപയോഗിക്കാൻ പറ്റില്ല. മറ്റ് എക്കണോമിക് കണ്ടീഷൻ, ഡിപ്രഷൻ, ബൂം, ആ സമയം അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ചാനൽ നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി അഥവാ ഡിസ്ട്രിബ്യൂഷൻ പോളിസി. നമുക്ക് 3 തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ പോളിസി നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത് സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ, മൂന്നാമത്തെ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഡിസ്ട്രിബ്യൂഷൻ അറിയപ്പെടും. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കണം. ഇപ്പോൾ കോൾഗേറ്റ്, പെന്ന്, പെൻസിൽ, സോപ്പ്, ബിസ്ക്കറ്റ് ഇതൊക്കെ നമ്മൾ ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഈ മാർക്കറ്റ് അവൈലബിൾ ആക്കാം. അതിനാണ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ സ്ഥലത്തും നമ്മൾ മിക്കവാറും കാണുന്ന ഷോപ്പിലൊക്കെ നമുക്ക് ഈ സാധനങ്ങൾ കിട്ടും. അതാണ് ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഏരിയയിൽ മാത്രം അല്ലെങ്കിൽ ഷോപ്പുകളിൽ മാത്രം നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആകാം. അതാണ് സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അണ്ടർ ദിസ് പോളിസി മാർക്കറ്റ് സെലക്ട്സ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഹോൾസെയിലേഴ്സ് ഓർ റീറ്റെയിലേഴ്സ്. ഇപ്പോൾ ഫ്രിഡ്ജ്, AC, TV ഇതൊന്നും നമ്മൾ എല്ലാ കടയിലും കിട്ടില്ല, ചില സ്പെസിഫൈഡ് കടയിൽ മാത്രമേ കിട്ടൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇത് സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അടുത്ത സ്ട്രാറ്റജിയാണ് എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ. എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏരിയയിൽ ഒരു ഒറ്റ ഷോപ്പിൽ മാത്രമേ നമ്മളെ സാധനം കിട്ടൂ.
ദിസ് ഈസ് എ പ്രാക്ടീസ് ഓഫ് സെലക്ടിങ് ഓൺലി വൺ ഡീലർ ഇൻ വൺ ഏരിയ. ഒരു ഏരിയയിൽ ഒരു ഡീലർ മാത്രമേ ഉള്ളൂ. ആ ഡീലർ നോർമലി നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമേ ഡീൽ ചെയ്യൂ, മറ്റ് പ്രൊഡക്ട്സ് ഡീൽ ചെയ്യൂല. നമ്മളാണെങ്കിൽ കമ്പനി ആണെങ്കിൽ കമ്പനി ഡിസ്ട്രിബ്യൂട്ടുന്നത് ത്രൂ ദിസ് ഡീലർ ഓൺലി. അതിന് ഓഡി, ഔഡി, BMW അതൊക്കെ ഈ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷനാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നെക്സ, ഇപ്പോൾ മാരുതി സുസുക്കിയുടെ നെക്സയിൽ മാത്രം കിട്ടുന്ന കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. അവരൊക്കെ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് പോവാം. താങ്ക് യു.